അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1443, സൂറത്തുൽ ഹിജ്ർ 85 മുതൽ 89 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل إن ربك هو الخلاق العليم ولقد آتيناك 7 من المثاني والقرآن العظيم لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين وقل إني أنا النذير المبين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما خلقنا السماوات والأرض, ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ഒമാ ബൈനഹുമ, അവ രണ്ടിനും ഇടയിലുള്ള വകയെയും സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ബിൽ ഹഖ്, സത്യസമേതമല്ലാതെ. ഇന്ന സാഅത ആതിയത്തുൻ, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, അതുകൊണ്ട് നബിയെ അങ്ങ് നന്നായി വിട്ടുവീഴ്ച ചെയ്യുക. ഇന്ന റബ്ബക്ക, നിശ്ചയം അങ്ങയുടെ നാഥൻ, ഹുവൽ ഖല്ലാഖു, അവനാണ് വല്ലാതെ സൃഷ്ടിക്കുന്നവൻ, അൽ അലീമു, എല്ലാം അറിയുന്നവനും. വലഖദ് ആതൈനാക, നിശ്ചയം അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു, 7 മിനൽ മസാനി, ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 കാര്യങ്ങളെ, വൽ ഖുർആനിൽ അദീം, മഹത്തായ ഖുർആനിനെയും അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു. ലാ തമുദ്ദന്ന ഐനൈക, തങ്ങളുടെ കണ്ണുകളെ തങ്ങൾ നീട്ടരുത്. ഇലാമാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിവിധ വിഭാഗങ്ങൾക്ക് നാം സുഖം നൽകിയതിലേക്ക്, അഥവാ ഭൗതിക വിഭവങ്ങളുടെ പ്രൗഢിയിലേക്ക് തങ്ങൾ നോക്കരുത്. വലാ തഹ്സൻ അലൈഹിം, അവരുടെ മേലിൽ തങ്ങൾ ദുഃഖിക്കുകയും അരുത്, വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ. വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, അങ്ങയുടെ ഭാഗം വിശ്വാസികൾക്ക് തങ്ങൾ താഴ്ത്തി കൊടുക്കണം. വഖുൽ, അങ്ങ് പറയുകയും വേണം, ഇന്നി അനൻ നദീറുൽ മുബീൻ, നിശ്ചയം ഞാൻ വ്യക്തമായ താക്കീതുകാരൻ തന്നെയാകുന്നു എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല നബിമാരുടെ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടുകളെക്കുറിച്ച് കൃത്യമായി വിവരിച്ചതിനു ശേഷം ഇനി അല്ലാഹു പറയുന്നത്, വമാ ഖലഖനസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും നാം പടച്ചിട്ടില്ല. ഒമാ ബൈനഹുമാ, അവ രണ്ടിനും ഇടയിലുള്ളതിനെയും പടച്ചിട്ടില്ല. ഇല്ലാ ബിൽ ഹഖ്, സത്യസമേതമല്ലാതെ. എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. വെറുതെ എന്തോ ഒരു ജോളിയായിട്ട് എന്തോ ഒന്ന് ചെയ്തു വെച്ചതല്ല, അല്ലെങ്കിൽ യാദൃശ്ചികമായി ആകസ്മികമായി എന്തോ ഉണ്ടായിപ്പോയതും അല്ല. അതിന്റെ പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുണ്ട്, കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഖുർആൻ തന്നെ ഈ ആശയം മറ്റു പലയിടത്തും പറഞ്ഞത് കാണാം. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് അന്ത്യനാൾ എന്നൊരു സംവിധാനമൊക്കെ വെച്ചത് എന്തിനാണ്? അത് വെച്ചത് തെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള നല്ല പ്രതിഫലം കൊടുക്കാൻ. അപ്പൊ അതിനൊരു സംവിധാനം വേണം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തിലൻ ദാലിക ളന്നുൽ ലദീന കഫറൂ ഫവൈലുൽ ലില്ലദീന കഫറൂ മിനൻ നാർ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആകാശഭൂമികളെയും അതിന്റെ ഇടയിലുള്ളതിനെയും വൃഥാ പഠിച്ചതല്ല, ഒരു ലക്ഷ്യമില്ലാതെ പഠിച്ചതല്ല. അങ്ങനെയാണെന്ന ധാരണ ചില നിഷേധികൾക്കുണ്ട്. അവരതിന്റെ പേരിൽ തന്നെ നരകത്തിൽ ആപ്പതിക്കുകയും ചെയ്യും. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ
വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നാം വെറുതെ പടച്ചതാണ്, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, നിങ്ങളെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചുവോ? അങ്ങനെ ധരിച്ചുവെങ്കിൽ അങ്ങനെ ധരിക്കണ്ട. നിങ്ങളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അതാണ് വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ ധരിച്ചുവോ? എന്ന് വെച്ചാൽ നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചത് ഇവിടുത്തെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിന്റെ ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തന്നെയാണ് ആകാശഭൂമികളെ സത്യസമേതം പടച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അല്ലാഹു തആല ഇന്ന സഅത ലആതിയ, നിശ്ചയം അന്ത്യനാൾ വരിക തന്നെ ചെയ്യും എന്ന് പറയുന്നത്. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അപ്പോ അന്ത്യനാൾ വരുന്നത് എന്തിനാണ്? ഇവിടെ ശരിയായ വിധത്തിൽ ഇവിടുത്തെ ഓരോ സംഗതിക്കും കൊടുക്കേണ്ട പ്രതിഫലം ശരിയായ അളവിലും രീതിയിലും കൊടുക്കാനാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് പറയാണ് ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, അതുകൊണ്ട് നബിയെ അങ്ങ് ഉദാത്തമായ മാപ്പ് നൽകുക. തങ്ങളുടെ പ്രവർത്തനങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക്, ആ ആളുകളെ അതിനനുസരിച്ചുള്ള പ്രതികരണം, അവരെ അർഹിക്കുന്ന പ്രതികരണം തങ്ങൾ അവരോട് നൽകേണ്ടതില്ല, മറിച്ച് തങ്ങൾ വിട്ടുവീഴ്ചയുടെ സമീപനവും ശൈലിയും സ്വീകരിക്കണം. അന്ത്യനാൾ വരും, ആ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം കൊടുക്കും. പക്ഷെ തങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തോ കുറവുകൾ വന്നതിന്റെ പേര് അതെടുത്ത് ആളുകൾക്ക് തങ്ങൾക്ക് നേരെ ഒരു ആക്രമണോത്സുകതയോടുകൂടെ കടന്നു വരാനുള്ള ഒരു അവസരവും ഉണ്ടാകരുത് എന്ന് ചുരുക്കം. അപ്പൊ അതാണ് വരുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികൾക്ക്, അതേപോലെ തന്നെ തങ്ങളുടെ കൂടെ നിന്ന ആളുകൾക്ക്, അവർക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സാഹചര്യങ്ങൾ നൽകും. ആ സമയത്ത് ഇന്നത്തെ ധിക്കാരികളും അതേപോലെ സുഖലോലുപന്മാരുമായിട്ടുള്ള ആളുകൾ കൈകടിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് തങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, നിശ്ചയം തങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സർവ്വസൃഷ്ടാവും പരമജ്ഞനുമാണ്. അല്ലെങ്കിൽ എല്ലാം അറിയുന്നവനും എല്ലാം സൃഷ്ടിക്കുന്നവനുമാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിക്കുന്ന അല്ലാഹു തആല നിങ്ങളെ ആകാശഭൂമി പടച്ചതുപോലെ മരിച്ചതിന് ശേഷം വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാക്കുക എന്നത് ആ അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല എന്ന് ചുരുക്കം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു തഖരീറുൽ ലിൽ മആദി, പുനർജന്മത്തെ സ്ഥിരീകരിക്കുന്ന സൂക്തമാണിത്. ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറഞ്ഞത് എന്താണ്? വഅന്നഹു തആല ഖാദിറുൻ അലാ ഇഖാമത്തി സാഅ, അല്ലാഹു തആല ഖിയാമത്ത് നാൾ എന്ന് നിലവിൽ വരുത്താൻ കഴിവുള്ളവനാണ്. കാരണം ഫഇന്നഹുൽ ഖല്ലാഖുൽ ലദീ ലാ യുഅ്ജിസുഹു ഖൽഖു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നതിന് എന്തെങ്കിലും കഴിവ് കുറവുള്ള ശക്തിയല്ല. വഹുവൽ അലീമു ബിമാ തമസ്സഖ മിനൽ അജ്സാദ് വതഫറഖ ഫീ സായിരി അഖ്താരിൽ അർള്, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ പാർട്സുകൾ അതെവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്ന് അറിയാത്തവനല്ല അല്ലാഹു, അതവനറിയും. അത് അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ട് ആ ആളുകളെ പൂർണ്ണ മനുഷ്യന്മാരായിട്ട് അല്ലാഹു തആല വീണ്ടും ജനിപ്പിക്കും. ഈ ഇല്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ ഇவ்விதം സംവിധാനിച്ച അല്ലാഹുവിന് ഇനി പുതിയൊരു ലോകം എന്ന് പറയുന്നത് സംവിധാനിക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചത്. ഖുർആൻ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം സൂറത്ത് യാസീന്റെ 81 മുതൽ 83 കൂടിയ സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നത് എന്താ? أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. ആകാശഭൂമികളെ ഇவ்விதം സൃഷ്ടിച്ച അല്ലാഹുവിന് മരിച്ചുപോയ ആളുകളെ ഒരിക്കൽ കൂടി സൃഷ്ടിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. അള്ളാഹുവിനെല്ലാം പടക്കാൻ കഴിയും. ഓരോന്നിന്റെയും സ്ഥിതികൾ എന്തൊക്കെയാണെന്ന് അള്ളാഹുവിനെ അറിയുകയും ചെയ്യും. ഒരു കാര്യം ഉണ്ടാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുമ്പോൾ അവന്റെ ഉത്തരവിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാ നിയന്ത്രണത്തിന്റെയും പൂർണ്ണമായ അധികാരവും അധീശത്വവും അള്ളാഹുവിന് തന്നെയാകുന്നു എന്ന് അള്ളാഹു തആല സൂറത്തു യാസീനിന്റെ അവസാനത്തിൽ 81 മുതൽ 83 കൂടി നിങ്ങൾ വിശദീകരിച്ചത് ഇതിന്റെ തുടർച്ചയാണ് എന്നർത്ഥം.
എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലഖദ് ആതൈനാക നിശ്ചയം അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു നബിയെ സബ്അൻ മിനൽ മസാനി ആവർത്തിക്കുന്ന 7 കാര്യങ്ങൾ വൽ ഖുർആനിൽ അദീം മഹത്തായ ഖുർആനും നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. ആവർത്തിക്കുന്ന 7 എന്നതിന്റെ സംബന്ധമായിട്ട് വിവിധ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകരാണ് എന്ന് തെളിയിക്കാനും അതേപോലെ സമൂഹത്തെ സമുദ്ധരിക്കാനും ആവശ്യമായിട്ടുള്ള രേഖകൾ നൽകിയിട്ടുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ സബ്ഉൽ മസാനി ആവർത്തിക്കപ്പെടുന്ന 7 എന്ന സംബന്ധമായി വഖദ് ഖുലിഫ ഫി സബ്ഉൽ മസാനി മാഹിയ എന്താണത് എന്ന സംബന്ധമായി വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കം പലരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അഭിപ്രായം അതെന്താണ്, ദീർഘമായുള്ള 7 അധ്യായങ്ങളാണ് ഖുർആനിലെ എന്നാണ്. അതായത് അൽ ബഖറ, ആല ഇംറാൻ, നിസാ, മാഇദ, അൻആം, അഅറാഫ്, യൂനുസ് ഈ 7 അധ്യായങ്ങളാണെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം ഈ ഖുർആനിൽ നിർബന്ധങ്ങൾ അതുപോലെ തന്നെ കടമകൾ, ബാധ്യതകൾ, അടിസ്ഥാന അതിർവരമ്പുകൾ, അതുപോലെ തന്നെ ചരിത്രങ്ങൾ, വിധിവിലക്കുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ 7 എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. സൂറത്ത് യൂനുസിന് പകരം വേറെ ചില പണ്ഡിതന്മാർ അംഫാൽ, ബറാഅത്ത് 2 സൂറത്തും കൂടെ ഒന്നാക്കി ചേർത്തുകൊണ്ട് അതാണ് 7 എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വശം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ആവർത്തിക്കപ്പെടുന്ന 7 എന്ന് പറഞ്ഞത് അന്നഹൽ ഫാത്തിഹ, അത് ഫാത്തിഹയാണ് എന്നാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അഭിപ്രായം ഇതാണ്. ഫാത്തിഹയാണത്. 7 സൂക്തങ്ങളാണല്ലോ ബിസ്മി ഉൾപ്പെടെ ഫാത്തിഹയിലുള്ളത്. അപ്പൊ ആ 7 ആയത്തുകളാണ് ഇവിടെ പറഞ്ഞ സബ്ഉൽ മസാനി ആവർത്തിക്കപ്പെടുന്ന 7 എന്ന് പറഞ്ഞത്. അതെങ്ങനെ ഫാത്തിഹയാണെങ്കിൽ അത് ആവർത്തിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആവർത്തിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് എല്ലായിടത്തും വിശ്വാസിക്ക് കൂടെ കൂട്ടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ആവർത്തിച്ചു പാരായണം ചെയ്യണം. അവന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഫാത്തിഹ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഒരു യാത്ര പുറപ്പെടുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോഴും ഒരു ഫാത്തിഹ അല്ലേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന നടത്തി അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഇറങ്ങുക. എന്നാ ഈ ഫാത്തിഹയോടൊക്കെ എതിർപ്പുള്ള കുറെ സാധുക്കളുണ്ട്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, നമുക്ക് ദ്വാരക്കാം. മനസ്സിലായോ? കാരണം എന്താ, ഖുർആനിൽ തന്നെ വാഹിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ അവസാനം, അവരുടെ അവസാനത്തെ പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ഫാത്തിഹയുടെ ഒരു പേരുമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. അപ്പോ ഫാത്തിഹ ഓതാതെ അവരെ ഒരു സ്ഥലത്തൊന്നും പോവില്ല എന്നൊരു സ്വഭാവം അവിടെ ഉണ്ട്. അത് വിശ്വാസികൾക്കുള്ളതാണ്. അങ്ങനെ ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിലും അതേപോലെ തന്നെ വീട് കൂടുമ്പോഴും അതുപോലെ നിക്കാഹിന്റെ സദസ്സിലും യാത്ര പുറപ്പെടുമ്പോഴും അങ്ങനെ തുടങ്ങിയ എല്ലാ സമയത്തും വിശ്വാസികൾ ആവർത്തിച്ചു പാരായണം ചെയ്യും. രോഗങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്നുള്ള ശമനത്തിനു വേണ്ടി ഫാത്തിഹ ഓതി മന്ത്രിക്കുക എന്നത് സ്വഹാബത്തിന്റെ ശൈലിയായിരുന്നു എന്ന് ഹദീസിൽ കാണാമല്ലോ. ഇമാം ബുഖാരി ഉൾക്കൊള്ളുന്നവരെ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഒരു നാട്ടിലൂടെ വരുമ്പോ ആ നാട്ടിലൊരാൾ വന്നിട്ട് ഞങ്ങളുടെ ഗ്രാമത്തലവൻ വിഷം തീണ്ടിയിട്ട് അബോധാവസ്ഥയിലാണ്, ഞങ്ങളുടെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അവരാരും ഇവിടെ നാട്ടിലില്ലതാനും, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നന്വേഷിക്കുകയും ഒരു സഹാബി മന്ത്രിച്ച് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ച് അദ്ദേഹത്തിന്റെ ബോധം തെളിയുകയും ആടുകൾ സമ്മാനമായി അവർക്ക് കൈമടക്കായി ലഭിക്കുകയും, എന്നാൽ കൈമടക്ക് വാങ്ങാമോ പാടില്ലേ എന്ന ചർച്ച സഹാബത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കുകയും മുത്തുനബിയോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂലി വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം ഖുർആൻ തന്നെയാണ്. ഇന്ന അഹഖ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾക്ക് കൂലി വാങ്ങാൻ പറ്റിയ ഏറ്റവും അർഹതയുള്ള സാധനം ഖുർആൻ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറയുകയും അത് നിങ്ങൾക്കിടയിൽ ഓഹരി ചെയ്യുക
വദ്രിബൂലി സഹ്മ, ഒരു ഓഹരി എനിക്കും നിങ്ങൾ വെച്ചേക്കുക. കാരണം എന്താ, ചിലർക്കെങ്കിലും അത് വാങ്ങാൻ പറ്റുമോ എന്നൊരു സന്ദേഹം, ഒരു സംശയം ഉണ്ടല്ലോ. മുത്തനബി വാങ്ങിയ പിന്നെ അവർക്കാർക്കും ആ സന്ദേഹം നീങ്ങിക്കിട്ടും, ആ സംശയം മാറിക്കിട്ടും. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും വിശ്വാസികൾക്ക് അവരുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സംഗതിയാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് മറ്റൊരു ഒരു വ്യാഖ്യാനമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തങ്ങൾക്ക് നാം പിന്നെ ഈ ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7ഉം അതേപോലെ തന്നെ മഹത്തായ ഖുർആനും നൽകിയിരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവും അതാണ് എന്നർത്ഥം. ഇത് പറയാൻ കാരണം എന്താ, തുടർന്നുള്ള ആയത്ത് കൂടി അതുകൊണ്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം നമ്മൾ. ലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. തങ്ങളുടെ കണ്ണുകളെ നാം ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർക്ക് നൽകിയിട്ടുള്ള സുഖങ്ങളിലേക്ക്, സന്തോഷങ്ങളിലേക്ക് തങ്ങൾ ഒരിക്കലും തന്നെ കണ്ണുകളെ നീട്ടരുത്. ചിലർക്ക് നാം നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ എന്ന് ബാഹ്യമായി തോന്നുന്ന കാര്യങ്ങൾ, ആ ഉപഭോഗ വസ്തുക്കളിലേക്ക് തങ്ങൾ കണ്ണു നീട്ടരുത്. വലാ തഹ്സൻ അലൈഹിം, അവര് വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ തങ്ങൾ ദുഃഖിക്കുകയും അരുത്. വഖ്ഫദ് ജനാഹക ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് തങ്ങൾ തങ്ങളുടെ ചിറകിനെ താഴ്ത്തി കൊടുക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത്, മദീനയിൽ ഒരിക്കൽ ഒരു കച്ചവട സംഘം വരുന്നു. ജൂതന്മാരുടെയും മറ്റൊക്കെ വലിയ ധനമുള്ളൊരു കച്ചവട സംഘം വരുന്നു. അപ്പൊ സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലര് ഇതുപോലൊക്കെ നമുക്കും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പൊളിച്ചേനെ എന്ന അർത്ഥത്തിൽ അവരൊരു കമന്റ് പാസാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനു വേണ്ടി നബി തങ്ങളോട് പറയാണ്, അവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഭൗതിക വിഭവങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും ഒന്നും പിന്നാലെ നിങ്ങൾ കണ്ടു വായിക്കണ്ട, അതിലേക്കൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം അവരുടെ ആ ഭൗതികമായിട്ട് അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സൗകര്യങ്ങളെക്കാൾ ഏതളവ് പോലും വെച്ച് അളന്നാലും ഒരിക്കലും തന്നെ വിലമതിക്കാനാവാത്ത അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കാണല്ലോ വിശുദ്ധ ഖുർആൻ നൽകിയത്, നിങ്ങൾക്കാണല്ലോ സൂറത്തുൽ ഫാത്തിഹ നൽകിയത്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള പരിഹാരം, എല്ലാത്തിന്റെയും സർവ്വരോഗ സംഹാരിയുമായി ആ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോ പിന്നെ ഭൗതികമായ എന്തെങ്കിലും നക്കാപ്പിച്ച നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ ഭയപ്പെടണം? നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഖുർആൻ കൊണ്ട് ലഭിക്കുമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. നോക്കൂ, വിലപിടിപ്പുള്ള കച്ചവട സാധനങ്ങളുമായിട്ട് വരുമ്പോ ആളുകൾക്ക്, സഹാബത്തിന് എന്ത് തോന്നുക, ഇവർക്കെന്തൊക്കെ സൗകര്യങ്ങളാണ് എന്ന് തോന്നുക. എന്നാൽ ആ സൗകര്യങ്ങൾ ഇവർക്കുണ്ടെന്ന് തോന്നുമ്പോൾ വിശ്വാസി സമൂഹത്തിന് വിഷമിക്കേണ്ടതില്ല. അത്തരം സൗകര്യങ്ങൾ നമുക്കില്ല എന്നതിന്റെ പേരിൽ ബേജാറാവേണ്ടതുമില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. കാരണം എന്താ, ഈ ഖുർആൻ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അല്ലാഹു തആല നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല സേഫാക്കി തരും. പടച്ചവനിൽ തവക്കുലാക്കി അവന്റെ വിധിവിലക്കുകൾ പാലിച്ചും നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചാൽ, അല്ലാഹു ഖുർആൻ തന്നെ പറയണ്ടല്ലോ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആകാശത്തിന്റെ കവാടങ്ങളിലെ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല, ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു തരുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയണ്ടല്ലോ. ഇവ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ മുസ്ലിമീങ്ങൾക്ക് തന്നെ അല്ലാഹു തആല ആ തുടക്കത്തിൽ അങ്ങനെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായാലും പിന്നീട് എന്തൊക്കെ സംവിധാനങ്ങൾ അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തങ്ങളെ പിടികൂടാൻ വേണ്ടി ഹിജ്റയുടെ വേളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ പതുങ്ങിക്കൂടിയ ആളാണല്ലോ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അവസാനം റസൂലുള്ളാഹിയെ ഉപദ്രവിക്കാൻ സാധിക്കാതെ പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു വരുമ്പോ ക്ഷമ പറഞ്ഞപ്പോ മുത്തുനബി അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, കിസ്റ രാജാവിന്റെ വളകൾ നിങ്ങളുടെ കൈകളിൽ അണിഞ്ഞാൽ കാണാൻ എന്ത് ചന്തമുണ്ടാകുമെന്ന്. കിസ്റ എന്ന് പറയാൻ പോലും ആളുകൾ ധൈര്യപ്പെടാത്ത ആ കാലത്ത് രാജാവിന്റെ വളകൾ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുമെന്ന ഒരു പ്രഖ്യാപനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയെങ്കിൽ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പുലരുകയും ചെയ്തുവെങ്കിൽ
ഈ ഭൗതിക ലോകത്ത് ആർക്കെങ്കിലും അല്ലാഹു തആല നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ പകച്ചു നിൽക്കേണ്ടവരല്ല വിശ്വാസികൾ. അവരവരുടെ വിശ്വാസത്തിന്റെയും അവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈമാനികമായ പുരോഗതിയുടെയും കൂടെ നിന്നാൽ അവർക്ക് വേണ്ടതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഇനി ഭൗതിക ലോകത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പോലും അവരത് ബാധിക്കയില്ല. കാരണം എന്താ? ആ പ്രതിസന്ധിക്കും പരലോകത്ത് വലിയ നേട്ടങ്ങൾക്കും സമ്മാനങ്ങൾക്കും അല്ലാഹു തആല വേദിയൊരുക്കുമെന്ന തിരിച്ചറിവ് അവരെ നയിക്കുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്, ലാ തമുദ്ദന്ന ഐനൈക, തങ്ങളുടെ കണ്ണുകളെ തങ്ങൾ നീട്ടരുത്, ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, അവരിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾക്ക് നാം നൽകിയ വിവിധ വിഭവങ്ങളിലേക്ക്. അവർക്ക് സൗകര്യങ്ങളുണ്ട്, നമുക്ക് അത്ര സൗകര്യമില്ല എന്നതിന്റെ പേരിൽ നമ്മൾ മോശക്കാരാന്ന് ധരിക്കേണ്ട, അത്തരം ഒരു അപകർഷതാബോധം വേണ്ടതില്ല എന്ന്. അതോടൊപ്പം തന്നെ വലാ തഹ്സൻ അലൈഹിം, അവര് വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ തങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. കാരണം എന്താ? ഓരോരുത്തർ തങ്ങളുടെ ഡ്യൂട്ടി എത്രയേ ഉള്ളൂ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നത്. എന്നിട്ട് അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിന്റെ ദുരന്തം അവരേറ്റു വാങ്ങിക്കോട്ടെ എന്നർത്ഥം. വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, തങ്ങളുടെ ഭാഗങ്ങളെ വിശ്വാസികൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ സന്തോഷവും വിശ്വാസികളെ പരിഗണിച്ചും തങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. വഖുൽ, അങ്ങ് പറയുക, ഇന്നി അന നദീറുൽ മുബീൻ, നിശ്ചയം ഞാൻ വ്യക്തമായ താക്കീതുകാരൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വ്യക്തമായ താക്കീതുകാരൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങൾക്ക് സന്ദേശം കൈമാറുക എന്നതാണ് എന്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നിർവഹിച്ചപ്പോൾ ആ ഡ്യൂട്ടിയോട് പോസിറ്റീവായി പ്രതികരിച്ചവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സന്തോഷിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെല്ലാവരും നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ദുനിയാവിൽ ചിലപ്പോൾ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനെ തന്നെ നിരാകരിക്കുന്നവർക്ക് വലിയ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാവും. എന്തേ അവർക്കൊക്കെ ലഭിച്ചു, നമുക്കെന്തേ കിട്ടാതെ പോയത് എന്ന നിരാശ വേണ്ട. മറിച്ച് റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.